നമ്മുടെ പല ആളുകളുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് സലാം യാ മഹദി, സലാം യാ മഹദി എന്ന് പറഞ്ഞ് പാട്ട് പാടുന്ന ഒരു സ്റ്റാറ്റസ് പരക്കെ നമ്മളൊക്കെ ഷെയർ ചെയ്തിരുന്നു. ആ പാട്ട് ഇന്നും പല ആളുകളുടെയും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കിടക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഷിയീസത്തെക്കുറിച്ച് നമ്മൾ ഈ മെമ്പറിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഷിയായിസത്തിന് 3 വിഭാഗങ്ങളാണ്, 3 അവാന്തര വിഭാഗങ്ങളുണ്ട് ഷിയീസത്തിൻ്റെ ഉള്ളിൽ. ഒന്ന് ഇസ്മായിലികളാണ്, ഒന്ന് സെയ്ദികളാണ്, ഒന്ന് ഇത്നാഅശരികളാണ്. ഇത്നാഅശരികൾ അതിൽ വളരെ പ്രബലമായൊരു വിഭാഗമാണ്. ഇറാനിലെ ഭരണകൂടമടക്കം ഇത്നാഅശരി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധമില്ലാത്ത ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേകമായി ഫണ്ട് ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകമായൊരു പ്രൊപ്പഗണ്ട ടീമും അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസവുമായി ബന്ധമില്ല. ഇത്നാഅശരി ഇത്നാഅശർ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 എന്നാണ്. അറിയാലോ, ഇത്നാഅശർ എന്ന ഇഹ്ദാഅശർ ഇത്നാഅശർ എന്ന് പറഞ്ഞാൽ 12 എന്നാണ് അറബിയിൽ. ഈ 12 എന്ന് എന്തുകൊണ്ടാണ് ഈ വിഭാഗത്തെ പറയുന്നത്? അവരുടെ വിശ്വാസപ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം അവർക്ക് ഭൗതികമായ മതപരമായ കൃത്യമായ നിർദ്ദേശങ്ങളും നേതൃത്വവും നൽകുന്നതിന് വേണ്ടിയിട്ട് 12 ഇമാമുമാർ കാലാകാലങ്ങളിൽ വരും എന്നാണ് അവരെന്ത് ചെയ്യുന്നത്? അടിയുറച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ 11 ഇമാമുമാരും എവിടെ വന്നിട്ടുണ്ട്? അബ്ബാസി കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ 11 ഇമാമുമാരും വന്നിട്ടുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ 12ാമത്തെ ഇമാമ് വന്നത് ഹിജറ 255 ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന ഒരു കുട്ടിയെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ 12ാമത്തെ ഇമാമായിട്ട് അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഷിയാക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഷഹാദത്തിൽ വരെ മാറ്റമുണ്ട്. അവരുടെ ഷഹാദത്ത് എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വഅഷ്ഹദു അന്ന അലിയ വലിയുള്ളാഹ് എന്നും കൂടി അവർ പറയും. എന്നാലും അവരുടെ ഷഹാദത്ത് പൂർത്തിയാവുള്ളൂ. അവരുടെ ബാങ്ക് വ്യത്യാസമുണ്ട്. നമ്മൾ കൊടുക്കുന്ന പോലെ 2 ഷഹാദത്ത് കലിമല്ല അവരുടെ 3 ഷഹാദത്ത് കലിമയും അതിനപ്പുറത്തേക്കുള്ളവരുണ്ട്. അതായത് അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ബിൻ ഖത്താബിനൊക്കെ തക്ഫീർ കൊടുത്താൽ മാത്രമേ ഷഹാദത്ത്, തക്ഫീർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അബൂബക്കറും ഉമറും ആയിഷയൊക്കെ കാഫിറുകളാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഷഹാദത്ത് പൂർത്തിയാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന തീവ്ര അവാന്തര വിഭാഗങ്ങളും ഷീസത്തിലുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളാണ്. 11 ഇമാമുകൾ വന്നു. 12ാമത്തെ ഇമാമാണ് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടി എന്തായിന്നാണ്? സംബ്രായിലെ ഒരു ഗുഹയിൽ ഹിജറ 329 അപ്രത്യക്ഷമായി എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? സംബ്രായിലെ ഗുഹയിൽ ഹിജറ 329 അപ്രത്യക്ഷമായി. അദ്ദേഹം സ്വാഭാവികമായ രീതിയിൽ മരണപ്പെട്ടതാണ്. പക്ഷേ ഷിയാക്കൾ വിശ്വസിക്കുന്നത്, ഇത്നാഅശരികൾ വിശ്വസിക്കുന്നത് അദ്ദേഹം അപ്രത്യക്ഷമായി എന്നാണ്. അദ്ദേഹം ഇനി വരുന്ന, അതായത് അന്ത്യനാളിനോടടുക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് അത്രയും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായി നിൽക്കുമ്പോൾ അദ്ദേഹം ഇനി വരുന്നതാണ്. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ, മുസ്ലിങ്ങൾക്ക് ഓരോ ആഗോള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സംബ്രായിലെ ഈ ഗുഹയ്ക്ക് മുന്നിലും ഗുഹാമുഖത്തും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമായി അവർ ചെന്ന് നിന്ന് പാടുന്ന പാട്ടുകളും നടത്തുന്ന പരിപാടികളാണ് സലാം യാ മഹ്ദി, സലാം യാ മഹ്ദി എന്ന് പറഞ്ഞ്. ഇതിന് അഹ്ലുസുന്ന പഠിപ്പിക്കുന്ന ഇമാം മഹ്ദിയുമായി യാതൊരു ബന്ധവുമില്ല. ശരിക്കും മനസ്സിലാക്കുക. ഈ കുട്ടികൾ കരഞ്ഞുകൊണ്ടും, കുട്ടികളെ നിഷ്കളങ്കരാണ്. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ, യഥാർത്ഥ തിരിച്ചറിവ് നൽകട്ടെ. ഈ ഉമ്മത്തിൻ്റെ ഒരു മുതൽക്കൂട്ടുകളായി അള്ളാഹു അവരെ മാറ്റം ചെയ്യട്ടെ. കുട്ടികൾ കരയുന്ന ആത്മാർത്ഥത കൊണ്ടാണല്ലോ, അവർക്ക് പഠിപ്പിക്കപ്പെട്ട ആ ഒരു സംഗതിയിലുള്ള ആത്മാർത്ഥത കൊണ്ടാണ് അവർ കരയുന്നത്. പക്ഷേ അവർ പഠിപ്പിക്കപ്പെട്ടത് തെറ്റായ രീതിയിലാണ്. കാരണം ഇസ്ലാമിക പ്രമാണങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു വിഷയം, ആ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തരത്തിലുള്ള പാട്ടുകളും കവിതകളും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്ടുകളായിരിക്കും, നമ്മളിങ്ങനെ കോരിത്തരിപ്പിക്കുന്ന പാട്ടുകളായിരിക്കും. പക്ഷേ നമ്മുടെ അഖീദയുമായി വ്യത്യാസമുണ്ട് നമ്മൾ മനസ്സിലാക്കുക. ആവേശം കൊണ്ടല്ല ഒരിക്കലും മുസ്ലിം ഉമ്മത്തിന് ലോകത്ത് വിജയിക്കാൻ പറ്റുക. അഖീദ കൊണ്ടും വിശ്വാസം കൊണ്ടും മാത്രമേ യഥാർത്ഥ വിജയം നേടാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ലോകത്ത് മഹ്ദിയാണെന്ന് പറഞ്ഞു വന്ന ഒരുപാട് ആളുകളുണ്ട്. ബഹായികളുടെ നേതാവായ ബഹാഉള്ള ഞാനാണ് മഹ്ദി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇന്നും ലോകത്ത് ഞാനാണ് മഹ്ദി എന്ന് വാദിച്ച് കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനി ഞാനാണ് മഹ്ദി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ. അവസാനം സൗദി അറേബ്യയിൽ ഈ അടുത്ത കാലത്ത്
കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്ത് ജുഹൈമാൻ എന്നു പേരുള്ള ഈ അഹ്ലുസുന്ന വൽ ജമാഅയിൽപ്പെട്ട ആളാണെന്ന് വാദിക്കുന്ന ഒരാൾ ഹറമിൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ട്. പരിശുദ്ധ മക്കൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്. മയ്യത്ത് കൊണ്ടുപോകുന്ന സ്ട്രക്ചറുകളിൽ ആയുധങ്ങൾ കടത്തിയിട്ട് ഹറമിൻ്റെ മിനാരങ്ങളിൽ നിന്നിട്ട് തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് നേരെ ഒരു വ്യത്യാസവുമില്ലാതെ വെടിയുതിർത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഭീകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് നിദാനമായത് സൗദിയിലെ ഭരണാധികാരികളൊക്കെ വഴിവെച്ചവരാണ് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഒരു മഹ്ദി ഉണ്ട്, അദ്ദേഹത്തിന് റസൂൽ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയയും ഒത്തു വരുന്നുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് മക്കയിലേക്ക് ഇരച്ചു കയറുന്നതും അവിടെ കണക്കില്ലാത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതും. ലോകം കണ്ട ഹറമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണത്. അവിടെ ജോലി ചെയ്യുന്ന അഷ്റഫ് മലിബാരിയെ പോലെയുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം കൂടുതൽ അറിയാൻ കഴിയും. വളരെ എന്താണ് പറയുക, രക്തത്തിൽ കുതിർന്ന കാബാലയമായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സംഗതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ദജ്ജാൽ വരുന്ന റസൂലും ദജ്ജാൽ വരും, നമ്മൾ ദജ്ജാലിനെ പുറപ്പെടുവിക്കണോ? നമ്മൾ ദജ്ജാലിനെ പുറപ്പെടുവിക്കാനുള്ള പണി എടുക്കണ്ട. ഈസാ നബി ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഈസാ നബി ഇറങ്ങി വരും, ഈസാ നബിനെ നമ്മൾ വിളിക്കണ്ട. മഹദി വരും എന്ന് പറഞ്ഞാൽ മഹദി വരും. നമ്മൾ ഏതെങ്കിലും ഗുഹാമുഖത്ത് അവിടെ ഇവിടെയോ പോയിട്ട് സലാം യാ മഹദി ലബ്ബൈക് യാ മഹദി മഹദി വാ വരാൻ ഇതൊന്നും വേണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ ഈ ഓരോ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഒന്നല്ല, മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താർത്താരികളുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ അനുഭവിച്ച പ്രതിസന്ധിയുടെ 10-1 മാത്രമേ ഇത് വരുള്ളൂ. എത്രയോ പീഡനങ്ങളും പ്രയാസങ്ങളും മുസ്ലിം ഉമ്മത്ത് കടന്നു പോയിട്ടുണ്ട്, അതെല്ലാം അവർ അതിജയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഫലസ്തീൻ അതിജയിക്കുക തന്നെ ചെയ്യും. ഫലസ്തീൻ അതിജയിക്കുക തന്നെ ചെയ്യും. ജൂതന്റെ സകല കുതന്ത്രങ്ങളും പരാജയപ്പെടുക തന്നെ ചെയ്യും. അതിന് നമുക്ക് വേണ്ടത് ക്ഷമയും പ്രാർത്ഥനയും ഒരുമയും ധൈര്യവും സ്ഥൈര്യവും വിശ്വാസവുമാണ്. ഇതെല്ലാം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരം ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പൊതുയോഗം, അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നിങ്ങളെല്ലാവരും വരുമെന്നറിയാം. പ്രത്യേകിച്ച് ആരെയും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇതിനാരെയും പ്രചോദനം നൽകേണ്ട ആവശ്യമൊന്നുമില്ല എന്നറിയാം. അതുകൊണ്ട് എല്ലാവരും അവിടേക്ക് എത്തിച്ചേരുക. നമ്മുടെ ഒരു വികാരമായി ഇതിനെ കണക്കാക്കുക. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നതിലുള്ള നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സങ്കടമാണിത്. നമുക്ക് ഇങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ സാധിക്കുക. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ചാവേറുകളായി പൊട്ടിത്തെറിക്കാൻ പറ്റൂലല്ലോ, അത് ഇസ്ലാം അനുവദിക്കുന്നില്ലല്ലോ. നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ഫലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം, പക്വതയോടെയുള്ള വിവേകത്തോടെയുള്ള ഐക്യദാർഢ്യമാണിത്. ഇത്രയും ജനങ്ങൾ ജൂതന്റെ ക്രൂരതയ്ക്കെതിരാണെന്ന് ലോകം കാണട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ആ ഒരു പരിപാടി, മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു പരിപാടി ഇവിടെയെന്നല്ല ലോകത്തെവിടെയും അത് വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ വെളിച്ചവും ബാലവെളിച്ചവുമായി ബന്ധപ്പെട്ട പുസ്തകം പുറത്ത് കിട്ടാനുണ്ട്, അതുമായി ബന്ധപ്പെട്ട എക്സാം നടക്കാനും ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അത് പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, വൃദ്ധന്മാർ ഫലസ്തീൻ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവേ, മസ്ജിദുൽ അഖ്സായിൽ സ്വാതന്ത്ര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി മരണത്തിൻ്റെ മുന്നേ സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീനിലെ കൊല്ലപ്പെടുന്ന മക്കൾക്ക് നീ പകരം ചോദിക്കണേ റബ്ബേ. ജൂതൻ്റെ കുടിലതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.